ഹലോ. അങ്ങനെ ഇന്ന് ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. മാങ്ങാക്കാലമൊക്കെ അല്ലേ, അപ്പം മാമ്പഴ പുളിശ്ശേരി എങ്കിലും വെക്കണ്ടേ. മാങ്ങ, ഐസ്ക്രീം, അത് ഇത് ഒത്തിരി വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ നാടൻ മാമ്പഴ പുളിശ്ശേരി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 3 മാങ്ങ എടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള മാങ്ങ. അപ്പോൾ നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ 3 മാങ്ങ എടുക്കുന്നത്. ചെറിയൊരു കറി, പക്ഷെ ഒത്തിരി അരപ്പൊന്നുമില്ല. 3 മാങ്ങ ഉണ്ടെങ്കിലും കുറുക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ ഒത്തിരി മധുരമൊന്നും ഇഷ്ടമല്ല ഈ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ ആയാലും. നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പൊക്കെ അരച്ചെടുക്കാം. വേവട്ടെ മാമ്പഴം. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ പച്ചമുളക് ഇടാൻ മറന്നുപോയായിരുന്നു നേരത്തെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പച്ചമുളക് ഇടുവാണെങ്കിൽ നല്ലോണം ഉടഞ്ഞു വരും. അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകൊക്കെ ഇടാം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത തേങ്ങയുടെ അരപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് തൈരും ആ ജാറിലോട്ട് തന്നെ പൊട്ടിച്ചിട്ട് നമുക്ക് തൈര് ഉടയ്ക്കണമെങ്കിൽ ഉടച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിളപ്പിക്കാനൊന്നും പാടില്ല. പിന്നെ ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇച്ചിരി ഉലുവയും കൂടി ഇട്ടാൽ നല്ല മണമായിരിക്കും. പക്ഷെ ഞാൻ മറന്നുപോയി, അത് കാണിക്കാനേ മറന്നുപോയി. പിന്നെ അത് നമ്മൾ നന്നായിട്ട് നല്ല മാമ്പഴ പുളിശ്ശേരി ആയിട്ടുണ്ട്. ഒത്തിരി ഒന്നും വെള്ളം ഒഴിക്കാതെ വെച്ചിരിക്കുക. നമുക്ക് അതിൻ്റെ ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും സൂപ്പറെന്ന് തോന്നി. അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ബൈ.